പരാജയത്തെ പരാജയമായി കാണാൻ സിപിഎമ്മും ഇടതുപക്ഷവും കോൺഗ്രസും തയ്യാറാവാത്തതിന്റെ ഉദാഹരണമാണ് നിരവധി തവണകളിലായി കോൺഗ്രസും സിപിഎമ്മും MP ഓഫീസിന് നേരെ ഇത്തരത്തിലുള്ള അധിക്ഷേപം നടത്തുന്നത് സ്ഥിരം പതിവായതിന് എതിരായി ഭാരതീയ ജനതാ പാർട്ടി ജനകീയ പ്രസ്ഥാനമെന്ന രീതിയിലാണ് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാൻ തയ്യാറായത്. സിപിഎമ്മും പോലീസും ഒത്തുകളിച്ചുകൊണ്ട് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനടക്കമുള്ള ആളുകളെയാണ് മൃഗീയമായി മർദ്ദിച്ചിട്ടുള്ളത്. യാതൊരു കാരണവശാലും സിപിഎമ്മിന്റെ ആ ദാർഢ്യത്തിന് മുന്നിൽ മുട്ടുമടക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറല്ല. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ജയിച്ച 75,000-ലധികം ഭൂരിപക്ഷത്തിലാണ്. 6 MLA-മാരുള്ള സിപിഎമ്മിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയാണ് വിജയിച്ചത്. അത് അന്വേഷിക്കാൻ സിപിഎം തയ്യാറാകണം. സുനിൽകുമാറിന്റെ മന്ത്രി രാജന്റെ ബൂത്തുകളിലൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി മുൻപന്തിയിലാണ്. സുനിൽകുമാറിന്റെ ബൂത്തിൽ 12 വോട്ടിന്റെ വ്യത്യാസമാണ്. ഓരോ നേതാവിന്റെ ബൂത്ത് എടുത്ത് പരിശോധിക്കാൻ തയ്യാറാകണം. ഹിയറിംഗ് സമയത്ത് അല്ലെങ്കിൽ പരാതി കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ പരാതി കൊടുക്കാതെ ഇത്തരം കള്ളപ്രചരണം നടത്തുന്ന ഇവരുടെ ഈ തെമ്മാടിത്തം അവസാനിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ തീക്കൊള്ളിക്കൊണ്ടാണ് തലചൊറിയുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളെയും അവരുടെ ഓഫീസിന് നേരെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചാൽ ഒറ്റ സിപിഎമ്മിന്റെ ഓഫീസിനകത്തും ഒരാൾ കിടന്നുറങ്ങില്ല എന്ന് വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിച്ചു. ഈ ബിജെപി നേരെ സംഘർഷം ഉണ്ടാകുമ്പോൾ പോലീസ് നോക്കുകൂടിയായിരുന്നു. ബിജെപി പ്രവർത്തകർക്ക് നേരെ സിപിഎം പ്രവർത്തകർ കല്ലെറിയുന്നു. തുടർന്ന് പോലീസുകാരുടെ നേതൃത്വത്തിൽ ബിജെപി പ്രവർത്തകർക്ക് നേരെ മാത്രം സംഘർഷം ഉണ്ടാകുന്നു. അത് സിപിഎമ്മിന് ഒത്താശ ചെയ്യുകയാണ്. സിപിഎമ്മിന് ഒത്താശ ചെയ്യുകയാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. സിപിഎമ്മിന്റെ ക്രിമിനലുകളെക്കാൾ മോശപ്പെട്ട ഗുണ്ടകളെ പോലെയാണ് പോലീസ് ബിജെപിയുടെ നേതാക്കന്മാരെ നേരിട്ടത്. ബിജെപി ജില്ലാ പ്രസിഡന്റിനെ ആക്രമിച്ചത് സിപിഎമ്മും അതുപോലെ തന്നെ പോലീസും ഒത്തൊരുമിച്ചാണ്. സഹോദര സ്ഥാപനങ്ങളെ പോലെ പോലീസും പോലീസിന്റെ ഗുണ്ടകളും സിപിഎമ്മിന്റെ ഗുണ്ടകളും ഒത്തൊരുമിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും നേരെ മൃഗീയമായിട്ടുള്ള ആക്രമണം നടത്തിയത്. സുരേഷ് ഗോപിയുടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നടത്തിയ ആക്രമണത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടി, അതിനെതിരെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി അവിടെ സമാധാനപരമായി ജനാധിപത്യ രീതിയിൽ സമരം നടത്തിയ ഈ ബിജെപി പ്രവർത്തകർക്കും നേതാക്കൾക്കും നേരെ സിപിഎമ്മും പോലീസും ഒത്തൊരുമിച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഈ സംഘർഷം ഉണ്ടായിട്ടുള്ളത്. ഈ സംഘർഷത്തിൽ ഏതു തരത്തിൽ തിരിച്ചടിക്കണമെന്ന്, പോലീസില്ലാതെ സിപിഎമ്മിനെ എങ്ങനെ തൃശൂരിൽ നിലനിർത്തണമെന്ന് 75,000 വോട്ടിന് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ അറിയാമെങ്കിൽ തൃശൂരിലെ ബിജെപി സംഘപരിവാർ പ്രവർത്തകർക്ക് പോലീസില്ലാതെ എങ്ങനെ സിപിഎമ്മിനെ നേരിടണമെന്ന് നന്നായി അറിയാം. അത് വരും ദിവസങ്ങളിൽ തൃശൂരിന്റെ തെരുവുകളിൽ കാണും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ, അതായത് ഈ മാർച്ച് നടക്കുമ്പോൾ ജസ്റ്റിൻ